ഗുരുവായൂരിൽ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. കണ്ടാണശ്ശേരി സ്വദേശി വിവേക് ദാസിന്റെ വീട്ടിൽ നിന്നും മറ്റ് വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. നെന്മിനി സ്വദേശി പ്രഹ്ലേഷിന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിനെത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കർണങ്കോട് സ്വദേശി MA മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അമിത പലിശ വാങ്ങിയ നെന്മിനി സ്വദേശി പ്രഹ്ലേഷും വിവേക് ദാസും ഒളിവിലാണ്. ജീവനെടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസ് നടപടി. വിവേക് ദാസിന്റെ വീട്ടിൽ നിന്നും മറ്റു വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. നെന്മിനി സ്വദേശി പ്രഹ്ലേഷിന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിനെത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാ സംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രഹ്ലേഷിനെയും വിവേകിനെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.